Good morning, guys. This is the Hyundai all-new Verna. വെർണയുടെ പെട്രോൾ എഡിഷൻ SX IVT മോഡലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെർണയിൽ മെയിനായിട്ടും 2 എഞ്ചിനും 3 ഗിയർ ബോക്സുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു എഞ്ചിൻ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുണ്ട്. അതിൽ തന്നെ 6 സ്പീഡ് മാനുവലും IVT ഗിയർ ബോക്സും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്. നെക്സ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് 1.5 ലിറ്റർ തന്നെ ടർബോ ചാർജ് എഞ്ചിനുണ്ട്. അതിൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ തന്നെ വരുന്നുണ്ട്, പിന്നെ 7 സ്പീഡ് DCT ഗിയർ ബോക്സും വരുന്നുണ്ട്. ഹ്യുണ്ടായി ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ഫെറോഷ്യസ് എന്നാണ് ഈ ഒരു ഡിസൈൻ പാറ്റേണിനെ വിശേഷിപ്പിക്കുന്നത്. അത് ആ വണ്ടിയുടെ ചുറ്റും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, വളരെ ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതാണ് വെർണയുടെ എൻജിൻ റൂം വരുന്നത്. ഇത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനാണ്. ഇതിന് പവർ വരുന്നത് 115 PS ടോർക്ക് വരുന്നത് 143.8 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനാണ് 1.5 ലിറ്റർ ടർബോ ചാർജ് എൻജിൻ വരുന്നത്. അതിൻ്റെ പവർ വരുന്നത് 160 PS ആണ്. ടോർക്ക് 253 Nm ടോർക്കും വരുന്നുണ്ട് അതിന്. ഈ വെഹിക്കിളിൻ്റെ കറക്റ്റ് ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഹുഡ് ഒന്ന് പൊക്കാൻ നോക്കിയാൽ മതി. ആ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു കൈ കൊണ്ട് താങ്ങി നിൽക്കാൻ തന്നെ നല്ലൊരു പാടാണ്. നല്ല ഹെവി നമുക്കിതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. വെർണയുടെ മുൻഭാഗത്തിന് ഏറ്റവും ഭംഗി നൽകുന്നത് ആ ഒരു ബ്ലാക്ക് ക്രോം റേഡിയേറ്റർ ഗ്രില്ല് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഫിനിഷ് ശ്രദ്ധിച്ചറിയാം, വളരെ വളരെ കെയർഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫിനിഷാണ് അതിന് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഫ്രണ്ട് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സെൻസേഴ്സ് ഗ്രില്ലിനോട് ചേർന്ന് തന്നെ 2 സെൻസേഴ്സ് ഉണ്ട്. അതുകൂടാതെ ബമ്പറിലും ഓരോ 2 സൈഡിലും ഓരോ സെൻസേഴ്സ് ഉണ്ട്. ഇതാണ് വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത്. LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതിനോട് കൂടെ തന്നെ നോക്കിയാൽ അറിയാം, ഒരു കോർണറിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോർണറിംഗ് ലൈറ്റ്. സ്റ്റിയറിങ് തിരിയുന്നതിനനുസരിച്ച് അതാത് സൈഡിലേക്കൊരു ലൈറ്റ് ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. LED ഹെഡ് ലാംപ്സ് ആയതുകൊണ്ട് തന്നെ അറിയാം, നല്ല പ്രകാശമാണ്. വൈറ്റ് ലൈറ്റാണ്. നൈറ്റിലൊക്കെ നല്ല വിസിബിലിറ്റി തരും. എന്നാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ഇതാണ് വെഹിക്കിളിൻ്റെ മൊത്തത്തിലുള്ളൊരു സൈഡ് വ്യൂ വരുന്നത്. നമുക്കറിയാം, ഒരു കൂപ്പേ ഡിസൈനാണ്. റിയറിലേക്ക് വരുന്നതോറും ഒരു കൂപ്പേ ഡിസൈനാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. റിയർ സൈഡിലേക്കൊക്കെ വരുമ്പോൾ അറിയാം, വളരെ മനോഹരമായ ക്യാരക്ടർ ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഡോസിലും ഫ്രണ്ട് റിയർ ഡോസിലും ഫെൻഡേഴ്സിലും എല്ലാം നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ക്യാരക്ടർ ലൈൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഓട്ടോ എന്നൊരു ബാഡ്ജിങ്ങും വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെർണയുടെ വിൻഡോ ബെൽറ്റ് ലൈൻ വരുന്നത് ഒരു സാറ്റിൻ ക്രോം ഫിനിഷിലാണ്. സെയിം സാറ്റിൻ ക്രോം ഫിനിഷ് തന്നെയാണ് ഡോർ ഹാൻഡിൽസിനും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡ്രൈവർ സൈഡ് ഡോർ ഹാൻഡിലിൽ റിക്വസ്റ്റ് സെൻസറും കീ സ്ലോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വെർണയുടെ അലോയ് വീൽസ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. 5 സ്പോക്ക് അലോയ് വീൽസ് ആണ്. അതുപോലെ ടയേഴ്സും അലോയും എല്ലാം വരുന്നത് 16 ഇഞ്ചാണ്. 205 55 R 16 ഇഞ്ചാണ് വണ്ടിയുടെ അലോയ് വീൽസ് വരുന്നത്. ഓൾ ന്യൂ വെർണയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണ് ഈ കാണുന്നത്, റിയർ സൈഡ്. അതിൻ്റെ പാരാമെട്രിക് കണക്റ്റഡ് ടൈൽ ലാമ്പാണ് ഈ കാണുന്നത്. വളരെ നൈറ്റ് ഡ്രൈവിലൊക്കെ വളരെ ഭംഗിയുള്ളൊരു ടൈൽ ലാമ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെർണയുടെ റിയർ ബമ്പർ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ഭംഗിയോടുകൂടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ബ്ലാക്ക് ചെക്കേർഡ് റിയർ ബമ്പറാണ് വരുന്നത്. ഡ്യുവൽ ടോൺ ബമ്പറാണ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ബ്ലാക്കിൽ തന്നെ ശ്രദ്ധിച്ചറിയാം റിഫ്ലക്റ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയറിലും നമുക്ക് റിവേഴ്സ് സെൻസറും ആൻഡ് റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിയർ സൈഡിൽ ന്യൂലി ആഡ് ചെയ്ത് വന്നൊരു സംഭവമാണ് ഗ്ലോസി ബ്ലാക്ക് സ്പോയിലർ. ബൂട്ട് ലിഡിനോട് ചേർന്ന് തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് സ്പോയിലറും വന്നിട്ടുണ്ട്. സ്പോയിലറിൻ്റെ അഡ്വാൻറ്റേജ് അറിയാം, കാണാനുള്ള ഷോ എന്നതിലുപരി വണ്ടിയുടെ സ്റ്റെബിലിറ്റി ബെറ്റർ ആക്കുന്നൊരു ഫീച്ചറാണ് റിയർ സ്പോയിലർ. റിയറിൽ നമ്മുടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ബൂട്ട് ലിറ്റിനോട് ചേർന്ന് തന്നെ
വെഹിക്കിളിൻ്റെ അകത്താണ് റിയർ പാർസൽ ട്രേ വരുന്ന ആ പോർഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിന, അത് ഗ്ലോസി ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. കാണാനുള്ള ഒരു ഭംഗി വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലൈൻസും വരുന്നുണ്ട്. നൈറ്റ് ഡ്രൈവിലൊക്കെ മിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോഴെല്ലാം മിസ്റ്റ് വന്നു കഴിഞ്ഞാലും ആ ഡീഫോഗർ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ മിസ്റ്റ് മാറ്റാനുള്ള ഫീച്ചറാണ് ഈ ഡീഫോഗർ എന്ന് പറയുന്നത്. ഇതാണ് റിയർ സീറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ പാസഞ്ചേഴ്സിനായിട്ട് AC വെൻസ്, ഡെഡിക്കേറ്റഡ് AC വെൻസ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ചാർജിങ് സ്ലോട്ട്സ്, അതുപോലെ തന്നെ മൊബൈൽ ഫോണ് കാര്യങ്ങളെല്ലാം വെക്കാനായിട്ടൊരു സ്പേസ്. രണ്ട് ഡോറിലും ബോട്ടിൽ ഹോൾഡേഴ്സ്, ആംറസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, പവർ വിൻഡോ ബട്ടൺ, പിന്നെ മെറ്റാലിക് ഫിനിഷിലുള്ള ഇൻസൈഡ് ഡോർ ഹാൻഡിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ സീറ്റ് ആംറസ്റ്റോട് കൂടിയൊരു റിയർ സീറ്റാണ് വരുന്നത്. ഡ്രൈവർ ഡോർ സൈഡിൽ തന്നെ നമുക്ക് നോർമൽ വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ കൺട്രോൾസും തന്നെ ഇവിടെയും അവൈലബിൾ ആണ്. മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ഏത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, മിറർ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കാട്ടിത്തരാം. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിറർ ഇപ്പോൾ ഫോൾഡായി. ഞാനൊന്നുകൂടെ പ്രസ് ചെയ്യാണ്, മിറർ അൺഫോൾഡായി. അതുകൂടാതെ സെൻട്രൽ ലോക്ക്, അൺലോക്ക്, പവർ വിൻഡോസിൻ്റെ 4 പവർ വിൻഡോസിൻ്റെയും കൺട്രോൾസ്, റിയർ പവർ വിൻഡോ ലോക്ക് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇതും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളൊക്കെ റിയർ സീറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ പവർ വിൻഡോ പൊക്കിയും താത്തിയൊക്കെ കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പവർ വിൻഡോ ലോക്ക് ചെയ്തിടാം. പിന്നെ റിയർ പവർ വിൻഡോ റിയറിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, ഡ്രൈവർക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഡ്രൈവർ സീറ്റ് വരുന്നത്. ഡ്രൈവർ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവർ സീറ്റാണ്. നിലവിലിത് ഫാബ്രിക് മെറ്റീരിയലാണ്. ഇത് SX വേരിയൻ്റ് ആണ്. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ലെതറായിട്ടും ഫാബ്രിക് മിക്സ് ആയിട്ടുള്ളൊരു സീറ്റായിരിക്കും വരുന്നത്. അതും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫുൾ ഓപ്ഷൻ വെഹിക്കിളിലുണ്ടാവും. ഇതിൽ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ SX ഓപ്ഷൻ വെഹിക്കിളിൽ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും AC വെൻറ്റിലേറ്റഡ് ആയിരിക്കും. ഹീറ്റിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. വെർണയുടെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. അതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അറിയാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഹ്യുണ്ടായി ലോഗോ, എയർ ബാഗിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹോണിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വെർണയുടെ ഇൻറ്റീരിയറിന് ഏറ്റവും അധികം ഭംഗി കൊടുക്കുന്നൊരു ഫീച്ചറാണ് ആംബിയൻ ലൈറ്റിങ്. നിലവിലത് ബ്ലൂ കളറിലാണ് കിടക്കുന്നത്. ആ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കാണുമ്പോൾ അറിയാം, നമ്മുടെ ഡാഷ്ബോർഡ് തൊട്ട് ഡോർ പാഡ് വരെ ആ ഒരു ആംബിയൻ ലൈറ്റിങ് വിസിബിളാണ്. നൈറ്റിലൊക്കെ ബാക്കി ലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു കളറിലെല്ലാം ഓണാക്കിയിട്ട് വരാൻ നല്ലൊരു എന്താ പറയുക, ഒരു റിലാക്സിങ് മൂഡൊക്കെ തരുന്നൊരു ഫീച്ചറാണത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ആ കളറ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അത് കളറ് മാറുന്നതൊന്ന് കണ്ടാൽ അറിയാം. ഇപ്പം ഒരു സൺറൈസ് റെഡ് എന്നുള്ള കളറായി, ഇപ്പോൾ ഫ്രീസിയ യെല്ലോ, ഓർക്കിഡ് ഗ്രീൻ, ജെയ്ഡ് ബ്ലൂ, ഓഷ്യൻ ബ്ലൂ, ഐസ് ബ്ലൂ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ജെയ്ഡ് ബ്ലൂ എന്നാണ് പറഞ്ഞത്. ജെയ്ഡ് ഗ്രീൻ ആണ് കേട്ടോ കളറ്. പിന്നെ മൂൺ വൈറ്റ്, പോളാർ വൈറ്റ്, അറോറ പർപ്പിൾ, ലൈറ്റ്നിങ് വയലറ്റ്. ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ക്ലസ്റ്ററിലാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഈ ഒരു കൺട്രോൾസ് വെച്ചിട്ടാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. ആദ്യമേ തൊട്ട് എടുത്ത് കാട്ടിത്തരാം. അതായത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഈ ഫയൽ ബട്ടൺ യൂസ് ചെയ്ത്, സ്റ്റിയറിങ്ങിലെ ഫയൽ ബട്ടൺ യൂസ് ചെയ്ത് സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിലേക്ക് വന്നതിന് ശേഷം അതിൽ ലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് സെലക്ട് ചെയ്യാനായിട്ട് ഈ ടഗിൾ ബട്ടൺസ് യൂസ് ചെയ്യാം.
അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾ ബട്ടൺസ്. അത് സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ ബട്ടണും. ലൈറ്റ്സ് വരിക, ലൈറ്റ്സ് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിൽ താഴേക്ക് വരിക, ആംബിയൻ ലൈറ്റ് കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഓക്കെ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓരോ കളേഴ്സ് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് വണ്ടിയിലും ആ കളറ് ചേഞ്ച് ആവുന്നതാണ്. സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനിങ് 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. പറഞ്ഞതിൽ നമ്മൾ i20യിൽ കണ്ടതുപോലെ തന്നെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റും വെർണയിലും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഒരു 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത് SX വേരിയൻറ്റിൽ. SX ഓപ്ഷനിലേക്ക് വരുമ്പോൾ അത് 10.25 ഇഞ്ച് AVNT ആണ് വരുന്നത്. SX വേരിയൻറ്റിലും നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോളാണ് വരുന്നത്. അതിൻ്റെ കൺട്രോൾസാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ കൺട്രോൾസ് നമുക്ക് ടഗിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ കൺട്രോൾസ് AC-യുടെ നിന്ന് മാറിയിട്ട് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസായിട്ട് മാറി. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ തിരിച്ച് AC-യുടെ കൺട്രോൾസ് തന്നെയായിട്ട് മാറി. AC നമുക്കിവിടെ നിന്ന് തന്നെ ഓണാക്കാം. സോഫ്റ്റ് ടച്ച് കീ ആണ്, ഫിസിക്കൽ കീ അല്ല. പക്ഷേ ഫാൻ സ്പീഡ്, ടെമ്പറേച്ചർ കൺട്രോൾ എല്ലാം ഫിസിക്കൽ കീ ആണ് വരുന്നത്. റിയർ ഫ്രണ്ട് ഡീഫോഗറിനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. AC അവിടെ തന്നെ നമ്മൾ ഓഫ് ചെയ്യുന്നു, അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. എയർ കണ്ടീഷനിങ് ഇൻസൈഡ് ഔട്ട്സൈഡ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. ബ്ലോവറിൻ്റെ പൊസിഷൻ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. ഓട്ടോ തന്നെ നമുക്ക് 3 മോഡ്സ് ഉണ്ട്: ലോ, മീഡിയം, ഹൈ. ഇതിന് മ്യൂസിക്കിൻ്റെ കൺട്രോൾസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്കിവിടെ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. സീക്കർ ട്രാക്ക് നമുക്കറിയാം, ഈ FM-ൻ്റെ ഫ്രീക്വൻസി ട്യൂണിങ്ങിനുള്ള ഓപ്ഷനാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കൂടെ സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കാണിച്ചു തരാം. ട്രാക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നോർമൽ വെഹിക്കിളുള്ള പോലെ തന്നെയുള്ള ഫീച്ചേഴ്സാണത്. നോർമൽ ടച്ച് സ്ക്രീൻ വെഹിക്കിൾ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഉള്ള വെഹിക്കിൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രീക്വൻസി സ്കാൻ ചെയ്യും റേഡിയോ വരുന്ന വെഹിക്കിൾസ് എല്ലാം. അതിനുശേഷം വീണ്ടും സെറ്റപ്പ്, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മീഡിയ, റേഡിയോ, പിന്നെ ഫേവറേറ്റ് എന്തെങ്കിലും ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, വോളിയത്തിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മൾ താഴെ കണ്ടിരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഈ ടച്ച് സ്ക്രീനിൽ നിന്നും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫോൺ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതിനുള്ളതാണ് ഫോൺ പ്രൊജക്ഷൻ എന്നുള്ളത്. വോയിസ് മെമ്മോ, വോയിസ് നോട്ടായിട്ട് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. മീഡിയ, ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ പുറകിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഉറങ്ങുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വയറ്റ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മ്യൂസിക്കിൻ്റെ വോളിയം താഴും. ഫ്രണ്ട് സീറ്റ് 2 ഡോറിലേക്ക് മാത്രമായിട്ട് മാറും. അതാണ് ക്വയറ്റ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെർണയിൽ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ വെഹിക്കിൾ താനെ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കുകയും, നൈറ്റ് എന്നല്ല, ഔട്ട്സൈഡ് വെളിച്ചം എപ്പോൾ കുറയുന്നോ അതിനനുസരിച്ച് വെഹിക്കിൾ ഹെഡ്ലൈറ്റ് താനെ ഓണാക്കും. നമ്മൾ പെട്ടെന്നൊരു ടണലിലേക്കൊക്കെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടണലിൻ്റെ അകത്ത് ഔട്ട്സൈഡുള്ള അതേ വെളിച്ചം തന്നെ ടണലിൻ്റെ അടുത്ത് ഉണ്ടാവില്ല, ഇരുട്ടായിരിക്കും. അപ്പോൾ ഇരുട്ട് വരുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് വെഹിക്കിൾ താനെ ഹെഡ്ലൈറ്റ് ഓണാക്കും. അതിനുശേഷം വീണ്ടും ടണലിനൊക്കെ വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ നോർമൽ ലൈറ്റ് കിട്ടി കഴിയുമ്പോൾ ഹെഡ്ലൈറ്റ് ഓഫാക്കും. വൈപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈപ്പറും നമുക്കൊരു ഇൻ്റർമിറ്റൻ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഹൈ, ലോ, ഇൻ്റർമിറ്റൻ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് വൈപ്പറിൻ്റെ സ്പീഡ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ക്ലസ്റ്ററിലും കാണിക്കുന്നുണ്ട്. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. മാനുവലി റണ്ണിങ് ടൈമിൽ തന്നെ മാനുവലി ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
ഇത് ഡൗൺ ചെയ്യാനും ലെഫ്റ്റ് സൈഡ് മൈനസ് ഡൗൺ ചെയ്യാനും റൈറ്റ് സൈഡ് പ്ലസ് ഗിയർ അപ്പ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വെർണയുടെ ഗിയർ നോബ് വരുന്നത് എങ്ങനെയാണ്, ഇതിന് താഴെയായിട്ടൊരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്തതിന് ശേഷം റിവേഴ്സ്, ഡ്രൈവിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യാതെ ഗിയർ നോബ് വെച്ചും വേണമെങ്കിൽ മാനുവലി ഓടിക്കാം. ഇപ്പം ഞാൻ ഡ്രൈവ് മോഡിലോട്ടാണ് ഇട്ടത്. ഡ്രൈവ് മോഡായിരുന്നു കിടന്നത്, ഇപ്പം ഞാൻ മാനുവൽ മോഡിലേക്ക് ആക്കി. മാനുവൽ മോഡിലോട്ട് ആക്കുമ്പോൾ തന്നെ ക്ലസ്റ്ററിൽ ഗിയർ ഇൻഡിക്കേറ്റ് ചെയ്യും. 1 നിലവിൽ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് 1 ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ അപ്പ് ചെയ്യാനായിട്ട് പ്ലസ് കൊടുക്കുക, മുന്നോട്ട് ഇതേപോലെ കൊടുക്കുക. 2, 3, 4, 5 അങ്ങനെ പോകും. ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് 4, 3, 2, 1 താഴത്തേക്ക് മൈനസ് കൊടുക്കുക. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട്. റിവേഴ്സിലേക്ക് വരുമ്പോൾ തന്നെ വെഹിക്കിളിൻ്റെ ഒരു ക്യാമറ ഓൺ ആവും. അതിൽ തന്നെ നമുക്ക് ഗൈഡ് ലൈൻസ്, സ്റ്റിയറിംഗ് അഡാപ്റ്റീവ് ആണ് വരുന്നത്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ അനുസരിച്ച് വെഹിക്കിൾ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വെഹിക്കിൾ തരും. വയർലെസ് ചാർജിങ് വെർണയിൽ അവൈലബിൾ ആണ്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വയർലെസ് ചാർജിങ് പാഡിൽ പ്ലേസ് ചെയ്താൽ മതി, ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, വെഹിക്കിൾ ലോക്കായിരിക്കണം, വെഹിക്കിളിൻ്റെ ഡോസ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കണം, വെഹിക്കിൾ ലോക്കായിരിക്കണം, വെഹിക്കിൾ ഓൺ ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ വയർലെസ് ചാർജിങ് വർക്ക് ആവത്തുള്ളൂ. ഇത് നമ്മുടെ ഗിയർ നോബിനോട് ചേർന്ന് വരുന്ന 3 സ്വിച്ചസ് ആണ്. ഈ സ്വിച്ച് വരുന്നത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഓഫാണ്, ഇപ്പോൾ ഓണാണ്. ഓഫ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഈ സംഭവം ബീപ്പ് അലാം ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്. നമുക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിലും നമുക്കത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ഇതാണ്, സ്വിച്ചാണ്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ഡ്രൈവിങ്ങിലും നമുക്ക് റിയർ ക്യാം ആക്സസ് ചെയ്യാൻ പറ്റും. അത് നല്ല ഹൈ സ്പീഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് റിയർ ക്യാം ഓൺ ആക്കിയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓടിക്കാം. ഇത് നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. 3 ഡ്രൈവ് മോഡാണ് വെർണയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കാട്ടിത്തരാം. ഫസ്റ്റ് ഡ്രൈവ് മോഡ് സ്പോട്ട്, രണ്ടാമത് പ്രസ് ചെയ്ത് എക്കോ മോഡ്, അത് നോർമൽ മോഡിലായിരിക്കും എപ്പോഴും വെഹിക്കിൾ സ്റ്റാർട്ട് ആവുക. ഇതാണ് വെർണയുടെ സൺറൂഫ് വരുന്നത്. അതിൻ്റെ കൺട്രോൾ ബട്ടൺ ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് മാനുവലി മൂവ് ചെയ്യണം. അതിനുശേഷം ബട്ടൺ സിംഗിൾ ടച്ച് ചെയ്താൽ മതിയാവും, സൺറൂഫ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. അതിൻ്റെ ക്ലോസിങ്ങും സിംഗിൾ ടച്ച് തന്നെയാണ് വരുന്നത്. സൺറൂഫിൻ്റെ സ്വിച്ചിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു റൂഫ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ലൈറ്റാണ്, LED ലൈറ്റാണ്. അതിൻ്റെ ഡോറിൻ്റെ അജാർ കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതാണ് ഓൾ ന്യൂ വെർണയുടെ കീ വരുന്നത്, സ്മാർട്ട് കീ വരുന്നത്. അതിൽ നോക്കിയാൽ അറിയാം 4 കൺട്രോൾസ് ആണുള്ളത്. ലോക്ക്, അൺലോക്ക്, പിന്നെ ഹോൾഡ്. നടുക്കുള്ള ഹോൾഡ് എന്ന് പറയുന്നത് വെഹിക്കിൾ ഈ കീ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. താഴെയുള്ള ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ടിലിട്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഈ സെയിം കീ വെച്ചിട്ട്. അതുപോലെ തന്നെ കീ അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മിറേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരുന്നത് കാണാം. സെയിം തന്നെ വെഹിക്കിൾ ലോക്ക് ചെയ്യുമ്പോൾ മിറേഴ്സ് ഓട്ടോ ഫോൾഡിങ് ഫങ്ഷനും വെർണയിലുണ്ട്. ഇപ്പോൾ വെഹിക്കിൾ ലോക്കാണ്. ഞാൻ ഈ കീ ആയിട്ട് വെഹിക്കിളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ, കീ ആയിട്ട് വെഹിക്കിളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മിറർ താനെ ഓപ്പൺ ആവും. വെൽക്കം ഫംഗ്ഷൻ എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ i20-ലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണിത്. റിമോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഞാൻ ഈ ഹോൾഡ് ബട്ടൺ, അതായത് റിമോട്ട് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പോവാണ്. വെഹിക്കിൾ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും വെഹിക്കിൾ സ്റ്റാർട്ടായിരിക്കുന്ന RPM കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും.
ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും നമുക്ക് ജസ്റ്റ് ആ ബട്ടണിൽ തന്നെ ഹോൾഡ് ബട്ടണിൽ തന്നെ പ്രസ് ചെയ്താൽ മതി. സ്റ്റോപ്പായി. റിമോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഫീച്ചറാണ് ഹോൾഡ് തന്നെ ബൂട്ട് ലിഡ് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാണ്. ബൂട്ട് ലിഡ് അൺലോക്കായി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെർണയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. 528 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് വെർണയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വെർണയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇയർ ബാക്ക് വെഹിക്കിൾ അല്ലെങ്കിൽ 2025 വെഹിക്കിളെല്ലാം അവരുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഇതുപോലുള്ള കണ്ടൻസ്, കാറുകളെ പറ്റിയുള്ള ടെക്നോളജി വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ബൈ. അടുത്ത തവണ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.